Good morning students. Welcome to Malayalam class Standard 8. നമ്മളിന്ന് ദമയന്തിയും അരയന്നം എന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പഠിക്കുന്നത്. ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിൽ എടുത്തിട്ടുള്ളതാണ് ദമയന്തിയും അരയന്നവും എന്ന പാഠം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അരയന്നം ദമയന്തിയുടെ അടുത്തേക്ക്, അതായത് ദമയന്തിയുടെ ഉദ്യാനത്തിലേക്ക് പറന്നു വരുന്നത് വരെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ദമയന്തി ആ അരയന്നത്തെ കാണുന്നു. അപ്പോൾ അരയന്നത്തിൻ്റെ കയ്യിൽ ഒരു സന്ദേശം കൊടുത്തു വിട്ടിട്ടുണ്ട്. ആരാ കൊടുത്തു വിട്ടത്? നളൻ അല്ലേ? ദമയന്തിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സന്ദേശം അരയന്നത്തിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അരയന്നം പറന്നിറങ്ങുന്നത് കാണുമ്പോൾ ദമയന്തിക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും പുസ്തകം എടുത്തേ, നമുക്ക് ബാക്കി ഭാഗം. ഇപ്പം ദമയന്തി എന്താ പറയുന്നത് നോക്കിയേ. മിന്നൽക്കൊടി ഇറങ്ങി മഞ്ഞിലേ വരികയോ, വിധുമണ്ഡലമിറങ്ങി ക്ഷിതിയിലേ പോരുകയോ, സ്വർണവർണ്ണമാം അന്നം പറന്നിങ്ങു വരികയോ, കണ്ണുകൾക്കിതു നല്ല പീയൂഷ ചരികയോ. അപ്പം മിന്നൽക്കൊടി മഞ്ഞെന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് വരികയാണോ എന്നാണ് ദമയന്തി പറയുന്നത്. അരയന്നത്തെ കണ്ടിട്ട് പറയുകയാണ്. അപ്പം മിന്നൽക്കൊടി അങ്ങനെ തന്നെ ഭൂമിയിലേക്ക് വരികയാണോ, അതോ ചന്ദ്രമണ്ഡലം, വിധുമണ്ഡലം എന്ന് പറഞ്ഞാൽ ചന്ദ്രമണ്ഡലം, ക്ഷിതി എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് പോരുകയാണോ എന്നല്ല, സ്വർണവർണ്ണമാമന്നം, അതായത് സ്വർണ്ണ നിറത്തിലുള്ള ആ അരയന്നം പറന്നിങ്ങ് വരികയാണോ. എന്തായാലും ഇത് കണ്ണുകൾക്ക് നല്ല പീയൂഷചരികയാണ്. പീയൂഷചരിക എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല അമൃതധാര തന്നെയാണ്. ഓക്കെ, അടുത്ത നോക്കിയേ. കണ്ടാലെത്രയും കൗതുകമുണ്ടിതിനെ പണ്ട്, കണ്ടില്ല ഞാൻ ഏവം വിധം കേട്ടുമില്ല, സ്വർണവർണ്ണമരയന്നം മഞ്ജുനാഥമിത് നിർണയമെനിക്കിണങ്ങുമെന്ന് തോന്നും. ഓക്കെ, അപ്പം കണ്ടാലെത്രയും കൗതുകമുണ്ടിതിനെ പണ്ട്, ഇതിനെ കാണുന്തോറും വളരെ സന്തോഷമുണ്ടാക്കുന്ന ഇത്തരം ഒരു അരയന്നത്തെ ഞാൻ പണ്ട് കണ്ടിട്ടില്ല ഞാൻ ഏവം വിധം കേട്ടിട്ടുമില്ല അല്ലേ. സ്വർണവർണ്ണം അരയന്നം മഞ്ജുനാഥമിത്. മഞ്ജുനാഥം എന്ന് പറഞ്ഞാൽ മനോഹരമായ ശബ്ദം. സ്വർണവർണ്ണം അരയന്നം, അതായത് സ്വർണ്ണ നിറത്തിലുള്ള അരയന്നത്തിൻ്റെ മനോഹരമായ ശബ്ദം തീർച്ചയായും എനിക്ക് ഇണങ്ങുന്നത് തന്നെയാണ്. നിർണയം എനിക്കിണങ്ങുമെന്ന് തോന്നും. ഓക്കെ, അടുത്ത നോക്കി. തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട് തോഴിമാരെ കൈക്കൽ കെട്ടുകിൽ നന്നായിരുന്നു കേളി ചെയ്യുവാൻ, ക്രൂരനല്ല സാധുവത്രേ ചാരുരൂപൻ നിങ്ങൾ, ദൂരെ നിൽപ്പിൻ എന്നരികിൽ ആരും വേണ്ട. അപ്പം ദമയന്തി പറയണം, തൊട്ടേനെ എന്ന് പറഞ്ഞാൽ ഞാൻ തൊടുമായിരുന്നു. തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട് തോഴിമാരെ ഞാൻ അരയന്നത്തെ കൈകൾ കൊണ്ട് ഇപ്പോൾ തൊടുമായിരുന്നു. കൈക്കൽ എന്ന് പറഞ്ഞാൽ കയ്യിൽ, കിട്ടുകിൽ നന്നായിരുന്നു കേളി ചെയ്യുവാൻ. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്തിനാ? കേളി ചെയ്യുവാൻ. കേളി എന്ന് പറഞ്ഞാൽ കളിക്കാൻ. ക്രൂരനല്ല സാധുവത്രേ. ഈ അരയന്നം ക്രൂരനൊന്നുമല്ല, പാവമാണ്, വെറും പാവമാണല്ലേ. ഈ അരയന്നം വെറും പാവമാണെന്ന് തോന്നുന്നു. പിന്നെ ചാരുരൂപൻ എന്ന് പറഞ്ഞാൽ മനോഹരമായ രൂപത്തോടു കൂടിയവൻ അല്ലേ, സുന്ദരനാണവൻ അല്ലേ. പിന്നെ അതുപോലെ നിങ്ങൾ ഏതായാലും ദൂരേക്ക് മാറി നിൽക്കുക, എൻ്റെ അരികിൽ ആരും വരണ്ട. നിങ്ങൾ ദൂരേക്ക് നിൽക്കുക, എൻ്റെ അരികിൽ ആരും വേണ്ട. അപ്പം ഹംസം ദമയന്തിയെ മോഹിപ്പിച്ചു അല്ലേ. തോഴിമാരെ അകറ്റി നിർത്തി ദമയന്തി ഹംസത്തിൻ്റെ പിന്നാലെ പോയി. ഈ സംഭവമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം നളൻ കൊടുത്ത ദൂത് പറയണ്ടേ, ഹംസത്തിന് ദമയന്തിയോട് പറയണമല്ലോ. അതിനു വേണ്ടിയിട്ട് ഹംസം അങ്ങനെ ദമയന്തിയെ മോഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, ഇനിയൊരടി നടന്നാൽ കിട്ടുമേ കൈക്കലെന്നും പ്രതിപദമഭി തോന്നുമാറു മന്ദം നടന്നു, അതപത ദമയന്തി
ആളിമാരോട് വേറ മധുപെഴുതരയെന്ന പ്രൗഢനൂജേ സഹാസം. അപ്പം നോക്കിയേ, ഇനിയൊരു അടി നടന്നാൽ, ഇനിയൊരു ചുവടുകൂടി നടന്നാൽ ഈ അരയന്നത്തെ കൈക്കൽ കിട്ടും അല്ലേ, കയ്യിൽ കിട്ടും. അതുപോലെ പ്രതിപദമപി എന്ന് പറഞ്ഞാൽ ഓരോ ചുവട് തോറും തോന്നുമാറു മന്ദം നടന്നും. അപ്പം ഓരോ ചുവട് തോറും എങ്ങനെയാണ് തോന്നുന്ന രീതിയിൽ, തോന്നിപ്പിക്കുന്ന രീതിയിൽ പതുക്കെ പതുക്കെ നടന്നു നമ്മുടെ അരയന്നം. അപ്പം അരയന്നം പതുക്കെ പതുക്കെ പുറകോട്ട് നടക്കുമ്പോൾ ദമയന്തി മുന്നോട്ട് ചെല്ലും. അങ്ങനെ ഇപ്പം കിട്ടുന്ന രീതിയിലാണ് അരയന്നം നടക്കുന്നത്. അധപത ദമയന്തി ആളിമാരോട് വേറെ. ആളിമാരെന്ന് പറഞ്ഞാൽ, ആളി എന്ന് പറഞ്ഞാൽ തോഴി. അപ്പം ദമയന്തി തോഴിമാരിൽ നിന്നും അകന്നു കഴിഞ്ഞപ്പോൾ അതുപെഴുതരയന്ന പ്രൗഢനൂജേ സഹാസം. അപ്പം പ്രൗഢൻ എന്ന് പറഞ്ഞാൽ ഗംഭീരൻ അല്ലേ. അതുപെഴുതു എന്ന് പറഞ്ഞാൽ ആ അവസരത്തിൽ, അപ്പോൾ തോഴിമാരുടെ അടുത്ത് നിന്ന് മാറിയ അവസരത്തിൽ നമ്മുടെ അരയന്നം എന്ത് ചെയ്തു നോക്കിയേ, ഉജേ പറഞ്ഞു. സഹാസം എന്ന് പറഞ്ഞാൽ പുഞ്ചിരിയോടെ, ഒരു പരിഹാസത്തോടെ, ഇങ്ങനെ പരിഹാസം കലർന്ന രീതിയിൽ അരയന്നം ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. എന്താ പറഞ്ഞെന്ന് നോക്കിയേ. അപ്പം നമ്മുടെ ഹംസം നല്ല ബുദ്ധിമാനും മനസ്സറിയുന്നവനുമാണല്ലേ. അപ്പം താൻ വന്നത് എന്തിനാണ്, ഹംസം വന്നത് എന്തിനാണ്, നളൻ്റെ ദൂത് പറയാനാണ്. അത് പ്രണയ അഭ്യർത്ഥനയും കൂടിയാണല്ലേ. മറ്റുള്ളവർ കേൾക്കെ പറഞ്ഞാൽ ഒരു പെൺകുട്ടിയും സത്യം തുറന്ന് പറയുമോ? ഇല്ല. അതുകൊണ്ട് ഹംസം ദമയന്തിയെ കൂട്ടുകാരിൽ നിന്നും അകറ്റി. അപ്പം ഇനി എന്താ പറഞ്ഞെന്ന് നോക്കിയേ. അങ്കനമാർ മൗലേ ബാലെ ആശയന്തയിതേ എങ്ങനെ പിടിക്കുന്നു നീ ഗഗനചാരിയാമെന്നെ. എന്താണ്? അപ്പം അങ്കനമാർ മൗലേ ബാലെ, അങ്കന എന്ന് പറഞ്ഞാൽ സ്ത്രീ അല്ലേ. അങ്കനമാർ മൗലേ എന്ന് പറഞ്ഞാൽ അങ്കനമാരിൽ ശ്രേഷ്ഠതയുള്ളവളെ എന്ന് പറഞ്ഞാൽ ആരാ? സുന്ദരി. അതായത് കുട്ടിത്തം മാറാത്തവള്, ബാലത്വം മാറാത്ത ഒരു പെണ്ണിനെ മാതിരിയല്ലേ കാണിക്കുന്നത്. അങ്കനമാർ മൗലേ ബാലെ ആശ എന്തയിതേ. നിന്റെ ആഗ്രഹം, നിനക്ക് എന്താണ് ആഗ്രഹം എന്നാണ് ചോദിക്കുന്നത്. അടുത്ത നോക്കിയേ. എങ്ങനെ പിടിക്കുന്നു അല്ലേ, എങ്ങനെ പിടിക്കുന്നു ഗഗനചാരിയാമെന്നെ. ഗഗനചാരി എന്ന് പറഞ്ഞാൽ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നത്. ഗഗനം എന്ന് പറഞ്ഞാൽ ആകാശം. അപ്പം ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന എന്നെ നീ എങ്ങനെ പിടിക്കുമെന്നാണ് അല്ലേ പറയുന്നത്. അപ്പം നോക്കിയേ, സ്ത്രീകൾക്ക് രത്നമായിട്ടുള്ളവളെ, എന്താണ് നിന്റെ ആശ, എങ്ങനെയാണ് നീ എന്നെ പിടിക്കുന്നത് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. യൗവനം വന്ന് ഉദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം. നിനക്ക് യൗവനം വന്ന് കഴിഞ്ഞു, എന്നിട്ടും നിന്റെ ചെറുപ്പം മാറിയില്ലേ, കുട്ടിക്കളി മാറിയിട്ടില്ലേ എന്നാണ് നമ്മുടെ അരയന്നം ചോദിക്കുന്നത്. അവിവേകം ഇത് കണ്ടാൽ അറിവുള്ളവർ പരിഹസിക്കും, ചിലർ പഴിക്കും, വഴി പിഴയ്ക്കും, തവ നനയ്ക്കുമ്പോൾ. അപ്പം എന്താണ്? യൗവനം വന്ന് ഉദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം. അപ്പം നിനക്ക് യൗവനം വന്നു കഴിഞ്ഞു, എന്നിട്ടും നിന്റെ ചെറുപ്പം മാറിയിട്ടില്ല. പിന്നെ അവിവേകം ഇത് കണ്ടാൽ അറിവുള്ളവർ, വിവേകശാലികളായ ആളുകൾ ഇത് കണ്ടാൽ പരിഹസിക്കും നിന്നെ അല്ലേ. ചിലർ പഴിക്കും. നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ ഞാൻ പറയുന്നത് നിനക്ക് വഴി തെറ്റുമെന്ന് ഉറപ്പാണ് ഓക്കെ എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കിയ. അപ്പം ഇവിടെ രാജകുമാരിയല്ലേ ദമയന്തി എന്ന് പറയുന്നത്. പശയൊക്കെ പിടിച്ചും ചിരിച്ചും ഒക്കെ നടക്കുന്ന പെൺകുട്ടിയായിട്ട് ദമയന്തി അല്ലേ വരുന്നത്. അപ്പോൾ അത് രാജകുമാരിയുടെ ഗൗരവത്തിന് ചേർന്ന കാര്യമാണോ? അതുകൊണ്ടാണ് വഴി പിഴയ്ക്കുമെന്ന് അരയന്നം പറഞ്ഞത്. ഓക്കെ, അടുത്ത. ബന്ധനം ചെയ്യേണ്ട നീ മാം ബന്ധുവത്രേ തവ ഞാൻ സഹിമാരിലധികം വിശ്വസിച്ചീടിനെന്നെ ജഗൽപതിയും രതിപതിയും തവ കൊതിയുള്ളൊരു പതി വരുമേ. എന്താണ് പറഞ്ഞത്? അപ്പം നീ എന്നെ ബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ, ഞാൻ നിന്റെ ബന്ധുവാണ്. നിനക്ക് തോഴിമാരേക്കാൾ കൂടുതൽ എന്നെ വിശ്വസിക്കാം. ജഗത്തിന് നാഥനായിട്ടുള്ളവനും കാമദേവന് തുല്യനും
നിൻ്റെ താല്പര്യത്തിനനുസരിച്ചുള്ളവനുമായ ഒരു ഭർത്താവ് നിനക്ക് വന്നു ചേരും എന്നാണ് നമ്മുടെ അരയന്നം പറഞ്ഞത്. അതായത് കൂട്ടുകാരികൾ അറിഞ്ഞാൽ പോലും എന്താണ്, കൂട്ടുകാരികളെക്കാളും വിശ്വസിക്കാൻ പറ്റിയതാണെന്നാണ് ദമയന്തിയോട് അരയന്നം പറയുന്നത്. അപ്പോൾ കൂട്ടുകാരികളോട് പറഞ്ഞാൽ അവർ അപ്പുറം ഇപ്പുറം ചെന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ അതിനേക്കാളും വിശ്വസിക്കാൻ പറ്റിയ ആളാണ് നമ്മുടെ അരയന്നം എന്ന് പറയുന്നത്. ഓക്കെ.